എനിക്കിപ്പോൾ കുറച്ചായിട്ട് കണ്ടകശിനി കേട്ടോ, കാരണം എൻ്റെ സ്റ്റാൻഡ് മിക്സർ കുറച്ച് ദിവസം മുന്നേ കേട് വന്നു. ഇപ്പോൾ ഇത് എൻ്റെ ബീറ്ററും കൂടെ കേട് വന്നിട്ടുണ്ട്. ഞാൻ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് എൻ്റെ ബീറ്റർ വർക്ക് ആവാണ്ടിരുന്നത്. എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുമ്മയുടെ അടുത്തുള്ള ഒരു ബീറ്റർ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വൈകിട്ട് 4 മണിക്ക് കൊടുക്കേണ്ട കേക്കായിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ 9 മണിക്കാണ് ഞാൻ എറണാകുളത്ത് നിന്ന് എത്തിയത്. അപ്പോൾ പെട്ടെന്ന് പണി കഴിക്കാൻ നിൽക്കായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ വേറൊരു പണി കിട്ടിയത്. പിന്നെ ബീറ്ററിന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, കാരണം ഞാൻ എൻ്റെ +2 കഴിഞ്ഞപ്പോൾ മേടിച്ച ബീറ്ററാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷമായിട്ടുണ്ടാവും ഞാനിത് മേടിച്ചിട്ട്. ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഞാൻ ഇഷ്ടം പോലെ ഇതായിട്ട് കേൾക്കും ചെയ്തേക്കുന്നത്. ക്രീമൊന്നും പണ്ടത്തെ പോലെ അത്രയും സ്റ്റിഫായിട്ടില്ലായിരുന്നു, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇതൊരു 1 kg സ്ക്വയർ കേക്ക് ആയിട്ടാണ് അവർ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വരുന്നത്. കേക്ക് ഫുള്ള് സെറ്റായിട്ട് ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡിലൊന്ന് വരച്ചു കൊടുക്കേണ്ടായിരുന്നു. ഈ കസ്റ്റമറിൻ്റെ അടുത്ത് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം അത്ര അധികം ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരു കസ്റ്റമൈസേഷനും ഇല്ലായിരുന്നു. ഞാൻ ഇത് 25 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ഡാർക്ക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.